നിന്ന് തട്ടിക്കൊണ്ടുപോയ അന്നൂസിനെ പാർപ്പിച്ചിരുന്നത് മൈസൂരുവിൽ. ടാക്സിക്കാരിൽ കേരളത്തിലേക്ക് അയച്ച അന്നൂസിനെ മോങ്ങത്ത് നിന്നാണ് കണ്ടെത്തിയത്. നിലവിൽ പിടിയിലായ പ്രതികൾക്ക് തട്ടിക്കൊണ്ടുപോകലുമായി നേരിട്ട് ബന്ധമില്ലെന്നും മുഖ്യപ്രതികളെ തിരിച്ചറിഞ്ഞതായും താമരശ്ശേരി ഡിവൈഎസ്പി പറഞ്ഞു. The complete family wedding, Lumika Wedding, Calicut Road, Chammar. Opening soon. Fancy and footwear. കോഴിക്കോട് കൊടുവള്ളിയിലെ വീട്ടിൽ നിന്ന് അജ്ഞാത സംഘം തട്ടിക്കൊണ്ടുപോയ അന്നൂസ് റോഷനെ 5 ദിവസങ്ങൾക്കു ശേഷം മലപ്പുറത്തെ മോങ്ങത്ത് നിന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയത്. മൈസൂരുവിലെ രഹസ്യ കേന്ദ്രത്തിൽ പാർപ്പിച്ചിരുന്ന അന്നൂസിനെ വാർത്ത പ്രചരിച്ചതോടെ തട്ടിക്കൊണ്ടുപോയ സംഘം ടാക്സി കാറിൽ കേരളത്തിലേക്ക് തിരിച്ചയക്കുകയായിരുന്നെന്ന് താമരശ്ശേരി ഡിവൈഎസ്പി സുഷീർ പറഞ്ഞു. അന്നൂസ് റോഷനെ രഹസ്യമായിട്ട് മൈസൂരിൽ സൂക്ഷിച്ചു. പോലീസ് സംഘം അവിടെ എത്തി. പ്രതികൾക്കെതിരെയുള്ള ലുക്കൌട്ട് സർക്കുലറും മറ്റ് നോട്ടീസുകളും അവിടെ ഹോട്ടലുകൾ, റിസോർട്ടുകളിലൊക്കെ പോലീസ് സർക്കുലേറ്റ് ചെയ്തിരുന്നു. പ്രതികൾ പിടിയിലാവുമെന്ന അവസ്ഥ വന്നപ്പം അവർ കേരളത്തിലേക്ക് രക്ഷപ്പെടാൻ നോക്കി. വാഹനത്തിൻ്റെ നമ്പർ കാര്യങ്ങളൊക്കെ പോലീസിന് ലഭിച്ചിരുന്നു. പ്രതികൾ പോലീസിൻ്റെ സാന്നിധ്യം അറിഞ്ഞു പാലക്കാട് ഇറങ്ങി. തുടർന്ന് വാഹനം കൊണ്ടോട്ടിയിൽ വെച്ച് ഇൻ്റർഫിയർ ചെയ്തിട്ടാണ് അന്നൂസ് റോഷനെ ഞങ്ങളിപ്പോൾ മോചിപ്പിച്ചത്. ഇതൊരു ക്രൈം സിൻഡിക്കേറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കുറ്റകൃത്യമാണ്. നേരിട്ടും അല്ലാതെയും ഇതിൻ്റെ അകത്ത് ഒരുപാട് പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ട്. 2 കേസുകളിലായിട്ട് 3 പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാവും. ഇത്ര മാത്രമേ ഇപ്പം പറയാനുള്ളൂ. നടപടിക്രമങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. അദ്ദേഹത്തിൻ്റെ കാര്യം വെരിഫൈ ചെയ്യേണ്ടതുണ്ട്. ഒരു പ്രതികൾ വിളിച്ച ടാക്സിയാണെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. കൂടുതൽ പിന്നീട് അന്വേഷണത്തിന് ശേഷം പറയാം. എല്ലാ പ്രതികളെയും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അന്നൂസ് മലപ്പുറത്തെത്തിയെന്ന സൂചന കഴിഞ്ഞ ദിവസം തന്നെ അന്വേഷണ സംഘത്തിന് ലഭിക്കുകയും ചെയ്തിരുന്നു. ഇതനുസരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് അന്നൂസിനെ മോങ്ങത്ത് നിന്ന് കണ്ടെത്തിയത്. തുടർന്ന് വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കിയ ശേഷം അന്നൂസിനെ വീട്ടിലെത്തിച്ചു. അതേസമയം സഹോദരൻ അജ്മലിനെ കുറിച്ച് വിവരമൊന്നും ലഭിച്ചിട്ടില്ലെന്ന് കുടുംബം പറയുന്നു. ഇതുവരെ പിടിയിലായ 3 പ്രതികളും കേസിൽ നേരിട്ട് ബന്ധമില്ലാത്തവരാണെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ കേസ് സംബന്ധിച്ച മുഖ്യപ്രതികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും പോലീസ് പറയുന്നു. മൈസൂരു മുതൽ തട്ടിക്കൊണ്ടുപോയ സംഘം പോലീസിന്റെ അന്വേഷണ പരിധിയിലുണ്ടായിരുന്നു. തുടർന്നാണ് കാർ മലപ്പുറം മോങ്ങത്ത് വെച്ച് പിടികൂടിയത്. കൊടുവള്ളി പോലീസ് പ്രതികൾക്കായി മൈസൂരു കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. കേരള വിഷൻ, കോഴിക്കോട്.